നിങ്ങളോടെ കല്ലുപോലെ അഭിനയിക്കാനാ പറഞ്ഞത്. ഇത് ഒറിജിനൽ അല്ല. കിട്ടിയ ചാൻസ് മുതലാക്കിയല്ലേ. നിങ്ങൾ പോയിട്ടേ രമേശനത്ത് പോയിട്ടേ ചായ കുടിച്ചു പോയി. ചായയും പായമ്പരും കിട്ടോ. അല്ലാത്തൊരു സാധനത്തല തന്നെ. രമേശ, ഓ എന്താടാ ഇത്? ഇതൊരു ഷൂട്ടിങ്ങാ, യൂട്യൂബിലേക്കുള്ള സാധന. ഇപ്പൊ എല്ലാരും വീഡിയോസ് ഒക്കെ ഇട്ട് വൈറലാകല്ലേ, എനിക്കൊന്ന് വൈറലാവണ്ടേ അതിൻ്റെതാ. അപ്പൊ ഞാൻ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ എടുത്തായിരുന്നു. അതൊരു പീഡനത്തിന്റെ കഥയായിരുന്നു. ഒരു ചെറുപ്പക്കാരനെ തെറ്റിദ്ധാരണ മൂലം കുറച്ച് ആൾക്കാർ തല്ലുന്ന സീന. നല്ലോടി പണിയായി. നല്ലോണം കിട്ടിക്കുന്നല്ലേ? നല്ല കിട്ടലറ്റേക്ക്. ഞങ്ങൾക്ക് റോളൊന്നുമില്ല. നിങ്ങൾക്ക് റോള് വേണോ? ഇപ്പൊ രമേശനെ നാട്ടുകാർ പഞ്ഞിക്കിടുന്ന സീനാണുള്ളത്. അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ രമേശനെ പോലീസ് പിടിച്ചുകൊണ്ടുപോകും. അപ്പൊ രമേശനെ സ്റ്റേഷന് പിന്നെ രാമത്തിലെടുക്കാൻ 2 ആള് വേണം. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഡ്രസ്സൊക്കെ മാറി വന്നോളി കേട്ടോ. അല്ല, ഈ വേഷം പോരെ? ഇത് പോരാ, രാഷ്ട്രീയക്കാരെ വേഷ. വെള്ളയും വെള്ളയും നല്ലേ, അതിട്ട് വരും നിങ്ങള്. വെള്ളയും വെള്ളയും ഒപ്പിക്കവാ. വേഗം പോയി പോരെ. ശരി. പൊളിക്കുന്നു ഞാൻ. പീഡന ഇപ്പൊ ട്രെൻഡ്. അത് നേരാ. അതാകുമ്പോ കാണാനും വായിക്കാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ചാനലുകാരാണെങ്കിൽ അതിന്റെ പിന്നാലെ. അല്ല, ഇനി മുമ്പ് അഭിനയിച്ചോ? ഓ, ഞാൻ സ്കൂൾ പഠിക്കുന്ന നാടകത്തിൽ അഭിനയിച്ചു. എന്തായാലും വേഷോ? അത് ശവായി. അതാവുമ്പോ വെറുതെ അവിടെ കിടന്നാ മതിയല്ലോ അല്ലേ? 1/2 മണിക്കൂർ സ്റ്റേജിൽ കിടന്ന് ഞാൻ ശ്വാസം ഇല്ലാണ്ട്, പിന്നെ 1 മണിക്കൂർ ആശുപത്രിയിലും. എന്ത് കേട്ടാണ്? ഏയ്, രമേശൻ എവിടെ പോയാലോ കാണാൻ കിട്ടിയ? ഏത് രമേശന്? ആ തേനാർകണ്ടി രമേശൻ. തേനാറങ്കണ്ടി രമേശൻ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ നാട്ടുകാരെ ചോദ്യം ചെയ്യലും കയ്യാങ്കളിയും ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി പോലീസ് ജീപ്പ് വരും. പോലീസ് ജീപ്പിലേക്ക് രമേശൻ എടുത്തിട്ടിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോകും. അവിടുന്ന് ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ. പിന്നെ ഞങ്ങളാ ജാമ്യം എടുക്കാൻ പോണ്ട്. എന്താ കഥ? കഥ എന്താ വെച്ചാ പീഡനം തന്നെ. പീഡനം. ശരി. അല്ല, അഭിനയിക്കാൻ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്നിട്ട്. അല്ല, നിങ്ങൾ പോലീസായിട്ടാ? ആണോ? വെടിവെപ്പുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് പെണ്ണ് അന്വേഷിക്കാൻ നമ്മളെ പറഞ്ഞാൽ മതി. അത് നേരാ.